മോദി വിരുദ്ധത തലയ്ക്ക് പിടിച്ച് സ്വന്തം രാജ്യത്തെ വിദേശികൾക്ക് മുൻപിൽ നാണം കെടുത്താൻ നോക്കുന്ന കുറച്ചാളുകളുണ്ട് ഇവിടെ. അവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒരു വലിയ തള്ളൽ നമ്മൾ കണ്ടു. എന്താണ് സംഭവം എന്നല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി പറയാതെ പേടിച്ചോടി എന്ന രീതിയിലാണ് ഇവിടെയുള്ള ചിലർ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പിന്നിലെ കള്ളക്കളികളും അന്താരാഷ്ട്ര നാടകവും കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് ഇവിടെ ഇരുന്ന് നിലവിളിക്കുന്ന ചിലരുണ്ട്. ആരാണ് സുഹൃത്തുക്കളെ പറയുന്നത് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ന്? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നതുവരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും മറ്റും ചാനലിൽ ഇരുന്ന് നഖശികാന്തം വിമർശിക്കാനും സോഷ്യൽ മീഡിയയിലൂടെ തെറി വിളിക്കാനും ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ആളുകൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ലോകത്ത് മറ്റൊരു രാജ്യത്തും കിട്ടാത്ത അത്രയും സ്വാതന്ത്ര്യം ഇവിടെ അനുഭവിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ എത്ര അധിക്ഷേപിച്ചിട്ടും അതിനൊന്നും പ്രതികരിക്കാതെ അദ്ദേഹം തന്റെ ജോലി ചെയ്യുകയാണ്. ഇതിപ്പോ വേറെ വല്ല രാജ്യത്തുമാണ് ഇങ്ങനെ ഭരണാധികാരികളെ തെറി വിളിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവരുടെയൊക്കെ തല പോയനെ. പക്ഷേ ഇന്ത്യ അങ്ങനെയാണോ? ഇവിടെ ആർക്കും എന്തും വിളിച്ചു പറയാം, ആരും ചോദിക്കാനില്ല. ഈ ഒരു സ്വാതന്ത്ര്യം ഇവിടെ അനുഭവിച്ചുകൊണ്ടാണ് പലരും വിദേശത്ത് പോയി ഇന്ത്യയെ നാണം കെടുത്താൻ നോക്കുന്നത്. ഇവിടുത്തെ പത്രങ്ങൾ തന്നെ ഒന്ന് എടുത്തു നോക്കൂ. സർക്കാരിനെതിരെ എന്തെല്ലാം വാർത്തകളാണ് ദിവസവും വരുന്നത്. അതിനെയെല്ലാം സഹിഷ്ണുതയോടെ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് ഇവർ മാധ്യമ വേട്ടക്കാരനായി ചിത്രീകരിക്കുന്നത്. നോർവേയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടെ നോർവേ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും പങ്കെടുത്ത ആ ഔദ്യോഗിക പരിപാടിയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കാനോ ചോദ്യോത്തരങ്ങൾക്കോ ഉള്ള ഒരു സമയവും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നയതന്ത്ര തലത്തിലുള്ള ഇത്തരം വലിയ മീറ്റിങ്ങുകളിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് ഈ പറയുന്ന പത്രപ്രവർത്തകർക്ക് നന്നായി അറിയാമായിരുന്നു. എന്നിട്ടും പരിപാടി കഴിഞ്ഞ് പ്രധാനമന്ത്രി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവർ ക്യാമറയുമായി പുറകെ ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന്. ഇവിടെയാണ് അവരുടെ കുബുദ്ധി നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ മറുപടി പറയാൻ നിന്നാൽ അത് നയതന്ത്ര നിയമങ്ങളുടെ ലംഘനമാവും. മറുപടി പറയാതെ പോയാൽ അതിനെ പേടിച്ചോടി എന്ന് ചിത്രീകരിക്കാം. ഇതാണ് അവർ ലക്ഷ്യം വെച്ചത്. ഒരു കാര്യം ഓർക്കണം, ഭാരതം പോലൊരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിദേശ രാജ്യം സന്ദർശിക്കുന്നത് കൃത്യമായ ലക്ഷ്യങ്ങളോടെയും മിനിറ്റുകൾ വെച്ച് പ്ലാൻ ചെയ്ത സമയക്രമത്തോടെയുമാണ്. അവിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാന ചർച്ചകൾ നടത്താനുണ്ട്, നയതന്ത്ര കരാറുകൾ ഒപ്പിടാനുണ്ട്. ആ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗിക പരിപാടികൾ തീർത്ത് അദ്ദേഹത്തിന് അടുത്ത രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട്. അല്ലാതെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് വഴിയിൽ ക്യാമറയും പിടിച്ചു നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് മുന്നിൽ സമയം കളയാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി കൃത്യമായ സമയനിഷ്ഠതയോടെ തന്റെ ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മാത്രമല്ല, അദ്ദേഹത്തിന് വിദേശയാത്രകൾ കഴിഞ്ഞ് ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ കാര്യങ്ങളും രാജ്യഭരണവും നോക്കേണ്ടതുണ്ട്. അല്ലാതെ അവിടെ വെറുതെ തർക്കിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകയുടെ പാശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ ഇവരുടെ പിന്നിലെ യഥാർത്ഥ അജണ്ട വ്യക്തമാവും. പ്രധാനമന്ത്രി നോർവേയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇവർ ജോലി ചെയ്യുന്ന പത്രം ഇന്ത്യക്കെതിരെ തികച്ചും ഏകപക്ഷീയവും നുണകൾ നിറഞ്ഞതുമായ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയുമായി യാതൊരുവിധ വ്യാപാര കരാറിലും ഏർപ്പെടരുത് എന്ന് നോർവേ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതായിരുന്നു ആ റിപ്പോർട്ട്. അതായത് ഇന്ത്യയിലേക്ക് വരേണ്ട കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളെയും ബിസിനസ് സാധ്യതകളെയും തകർക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവർ പ്രധാനമന്ത്രിയെ മനഃപൂർവ്വം വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇതിലും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ മാധ്യമ പ്രവർത്തകയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവരെ ഫോളോ ചെയ്യുന്നതും ഇന്ത്യയിലുള്ള ചില തീവ്ര ഇടതുപക്ഷ ആക്ടിവിസ്റ്റുകളെയും രാജ്യവിരുദ്ധ പ്രസ്താവനകൾ സ്ഥിരമായി നടത്തുന്നവരുമാണ്. അതായത് വിദേശത്തുള്ള ചിലർക്ക് ഇന്ത്യയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി ഇവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ശൃംഖല തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി ഇതിനൊക്കെ പുറമെ പിന്നീട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ ഇതേ മാധ്യമപ്രവർത്തകർ വന്ന് ചോദിച്ചത് ലോകം എന്തിന് ഇന്ത്യയെ വിശ്വസിക്കണമെന്നാണ്. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ ചോദ്യം. ചോദ്യം ചോദിക്കാൻ വലിയ വീര്യം കാണിച്ചവർക്ക് മറുപടി കേൾക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിലും ലജ്ജാകരമായ വസ്തുത, വിദേശത്തുള്ള ഒരു മാധ്യമ പ്രവർത്തക പടച്ചുവിട്ട ഈ കെണി നാടകത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ ഇടതു
ഇടതുപക്ഷ ലിബറൽ കൂട്ടായ്മകളും ഏറ്റുപിടിച്ച് വലിയൊരു വിപ്ലവമായി സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാൻ തുടങ്ങി എന്നതാണ്. പണ്ട് വിദേശ ഭരണാധികാരികൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം അവരെ ബഹുമാനത്തോടെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിദേശികൾ അപമാനിക്കാൻ നോക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് നമുക്കുള്ളത്. ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യത്ത് അവിടുത്തെ ഭരണത്തലവനെ ഒരു വിദേശി വന്ന് വിദേശ മണ്ണിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചാൽ അവിടുത്തെ പ്രതിപക്ഷവും ജനങ്ങളും ഒറ്റക്കെട്ടായി അതിനെതിരെ നിൽക്കും. കാരണം രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രാജ്യത്തിനകത്താണ് തീർക്കേണ്ടത്, വിദേശികളുടെ മുൻപിലല്ല എന്ന് അവർക്കറിയാം. നരേന്ദ്രമോദി എന്ന വ്യക്തിയോട് ആർക്കും രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാകാം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാം. അതൊക്കെ ജനാധിപത്യപരമായ അവകാശങ്ങളാണ്. എന്നാൽ വിദേശ മണ്ണിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ല, മറിച്ച് 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെയാണ്. ആ പദവിയെ വിദേശികൾക്ക് മുൻപിൽ ഇട്ടുകൊടുക്കുന്നതും അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഇവിടെ ഇരുന്ന് ആഘോഷിക്കുന്നതും തികഞ്ഞ രാജ്യദ്രോഹം തന്നെയാണ്. വിദേശ ശക്തികൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും ഇന്ത്യയുടെ രാജ്യാന്തര പ്രതിച്ഛായ തകർക്കാനും ശ്രമിക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും രാജ്യത്തിന് വലിയ അപകടമാണ് വരുത്തിവെക്കുന്നത്. ഈ വിദേശ മാധ്യമ പ്രവർത്തകയുടെയും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇടതുപക്ഷ ലിബറൽ സംഘടനകളെയും അജണ്ടകൾ ഇന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കപട നാടകങ്ങളെയും അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യത്തിനകത്തുള്ള കറുത്ത ശക്തികളെയും തിരിച്ചറിയാനും അവരെ ശക്തമായി പ്രതിരോധിക്കാനും ഓരോ ഭാരതീയനും ബാധ്യസ്ഥനാണ്. നമ്മൾ കണ്ടത് വിദേശ മണ്ണിൽ വെച്ച് ഇന്ത്യയുടെയും രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെയും പ്രതിച്ഛായ തകർക്കാൻ ചില അന്താരാഷ്ട്ര ലോബികൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വില കുറഞ്ഞ നാടകമാണ്. നയതന്ത്ര പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ട് ചോദ്യോത്തര സെഷനുകൾ ഇല്ലാത്ത ഒരു പരിപാടിയിൽ മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വിദേശ മാധ്യമ പ്രവർത്തകയെ നമ്മൾ കണ്ടു. എന്നാൽ അതിലും കഷ്ടം, അതിനു പിന്നിലെ രാജ്യവിരുദ്ധ അജണ്ടകൾ തിരിച്ചറിയാതെ സ്വന്തം രാജ്യത്തിന്റെ ഭരണത്തലവനെ അപമാനിക്കാൻ വിദേശികൾക്ക് കൂട്ടുനിൽക്കുകയും അത് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രതിപക്ഷത്തിന്റെയും ചില ഇടതുപക്ഷ ലിബറൽ ഗ്രൂപ്പുകളുടെയും നിലപാടാണ്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഉറക്കെ വിളിച്ചു കൂവുന്നവർ ഓർക്കേണ്ടത് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ഇരുന്ന് ആരെയും വിമർശിക്കാനും തീറി വിളിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നത് ഈ ഭാരത മണ്ണിലാണെന്നാണ്. മറ്റേതെങ്കിലും രാജ്യത്താണ് ഇത്തരത്തിൽ രാജ്യത്തലവന്മാരെ അധിക്ഷേപിക്കുന്നതെങ്കിൽ കടുത്ത നിയമ നടപടികൾ അവർ നേരിടേണ്ടി വരുമായിരുന്നു. ഒരു പ്രധാനമന്ത്രി തന്റെ വിദേശ സന്ദർശനം നടത്തുന്നത് കൃത്യമായ സമയക്രമത്തോടെ രാജ്യത്തിന്റെ വികസനത്തിനും നയതന്ത്ര വിജയങ്ങൾക്കും വേണ്ടിയാണ്, അല്ലാതെ വഴിയിൽ കാണുന്ന പ്രൊപ്പഗണ്ടക്കാരുടെ മുൻപിൽ സമയം കളയാനല്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രാജ്യത്തിനകത്ത് തീർക്കേണ്ടതാണ്. അതിനായി വിദേശികളുടെ മുൻപിൽ ഭാരതത്തിന്റെ അന്തസ്സ് പണയം വെക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഇന്ത്യ ഇന്ന് ലോകത്തിന് മുൻപിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വൻ ശക്തിയാണ്. ആ വളർച്ചയിൽ അസൂയ പൂണ്ട് വിദേശ ശക്തികൾ മെനയുന്ന കപട തിരക്കഥകളെയും അതിന് രാജ്യത്തിനകത്തു നിന്ന് കുടപിടിച്ചു കൊടുക്കുന്ന കറുത്ത ശക്തികളെയും ഓരോ ഭാരതീയനും അറിയണം. നോർവേയിൽ നടന്ന ഈ ഒരു നയതന്ത്ര വിവാദത്തെക്കുറിച്ചും ഇതിന്റെ പിന്നിലെ വസ്തുതകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.